ഇന്നെന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പൊ പശുവിന്റെ കറവൊക്കെ രാവിലെ തന്നെ തീർത്തിട്ട് ഒരു മുറം ഒരു കറിക്കത്തിയായിട്ട് ഇറങ്ങിയതാ. ഇന്നലെ നമ്മൾ പോത്തിനെ മേച്ച് തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് കുറച്ച് അരിക്കൂണ് കണ്ടിരുന്നു. അപ്പൊ അവരെ ആട്ടി കൊണ്ടുപോകുന്ന സമയം ആയതുകൊണ്ട് എനിക്ക് പറിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അരിക്കൂണായതുകൊണ്ട് കവറോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ ചെറിയ കൂണല്ലേ, കുറെ സമയം എടുക്കും പറിക്കാനൊക്കെ. അപ്പൊ പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോത്തുകൾ എന്തായാലും എവിടെയൊക്കെ എത്തും, പിന്നെ അവരെ തിരഞ്ഞെടുക്കേണ്ടി വരും. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ പറിക്കാനായിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. ഇന്ന് രാവിലെ തന്നെ അത് ഉണ്ടെങ്കിൽ ഒന്ന് പറിക്കി വെച്ച് വന്നതാണ്. പിന്നെ കൂണ് ചിലപ്പോൾ കേടാവട്ടോ. ഇന്നലെ തന്നെ കുറച്ച് വിരിഞ്ഞു വന്നിരുന്നു. പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് വെയിലും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ കൂണ് പെട്ടെന്ന് കേടുവരും. ചെറിയൊരു മഴ വേണം, ഏത് കൂണാണെങ്കിലും വിരിയുന്ന സമയത്ത് കുറച്ച് മഴ വേണം. ഇന്നലെ മൊട്ട് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് എന്തായാലും നല്ല വിരിഞ്ഞാലും കേടുവരും. ഇപ്പൊ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഒരു മുറ കയറ്റി രാവിലെ തന്നെ ഇറങ്ങിയതാ. ഇപ്പൊ നമ്മൾ കൂൺ കണ്ടത് ഇതാ ഇവിടെയൊക്കെയാണ്. ഇതെന്താ കൂണാരെ പറിച്ചോ? അയ്യോ, ഇതെന്താ കൂണൊക്കെ ഇങ്ങനെ ആയത്? ഒന്ന് കൂണ് കേടായിണ്ട്. ഇങ്ങോട്ട് വാ. അയ്യോ, ഇതൊക്കെ കൂണിന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൂണ് ആരും പറിച്ചെന്ന് വിചാരിച്ച് ഇതെങ്ങോട്ട് ഇത് നോക്കടാ. ഇതാരും പറിച്ചതല്ല കേട്ടോ, സംഗതി കുരങ്ങ് കഴിച്ചതാണ്. കഴിക്കല്ല, കുരങ്ങ് വെറുതെ നശിപ്പിച്ചിടും. ഇന്നലെ കുറെ കുരങ്ങുണ്ടായിരുന്നു തോട്ടത്തിൽ. അപ്പൊ കൂണ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഒന്ന് കൂണൊക്കെ വിരിഞ്ഞ് കുറച്ച് കേടായിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നല്ലത് പറിച്ചെടുക്കാൻ വെച്ചപ്പോൾ ഇതുപോലെതാ കുരങ്ങ് കാണിച്ചു വെച്ച പണി കണ്ടില്ലേ. അയ്യടാ, കുറച്ച് മേലക്കൊക്കെ നോക്കണം. കൊടുവാ. ഇവിടെയൊക്കെ കുറെ, ഞാൻ എത്ര സ്ഥലത്ത് ഇത് ഉണ്ടായിന്ന് കണ്ടില്ല. ഞാൻ ഇതാണ് പെട്ടെന്ന് കണ്ടത്. പിന്നെ അവരെ അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നെ കൂടുതൽ തിരയാൻ നിന്നില്ല. ഇതാ ഇവിടെ കുറെ കൊണ്ടടാ. ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുരങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറിച്ചിടുക. കുരങ്ങിന്റെ മെയിൻ സ്വഭാവമാണ് കൂണ് കണ്ടായില്ല. അതാ ഇവിടെ ഉണ്ട്. അപ്പൊ കൂണ് ഒക്കെ കേടായിട്ടുണ്ട്. ഇതാ അരിക്കൂണൊക്കെ കേടായിട്ടുണ്ട്. ഇന്നലെ പറിക്കണമായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചിങ്ങനെ മൊട്ടിങ്ങനെ വിരിഞ്ഞു വരുന്ന സമയം കണ്ടില്ല. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കൂണ്ട്. അപ്പോൾ ഇതൊന്നും കുരങ്ങ് അങ്ങനെ കേട് വരുത്താത്താണ്. കുറെ കുരങ്ങും നാശാക്കി, ബാക്കിയുള്ള ഇതാ ഒക്കെ ചീഞ്ഞും പോയിരുന്നു. ചീഞ്ഞെല്ലാവരും കേടായി പോകും ഇങ്ങനെ പെട്ടെന്ന്. അതാ കാലി മുറയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അരിക്കൂണായതുകൊണ്ട് പല സ്ഥലത്തും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും വിരിഞ്ഞ് കേടായാലും അതിന് കുറച്ച് ഫ്രഷ് ആയതൊക്കെ പറിക്കാന്ന് വിചാരിച്ചാണ്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത് കുരങ്ങ് കഴിക്കാത്തതാണ്. പക്ഷെ കഴിക്കാത്തതല്ല, കുരങ്ങ് ചീന്തിയിടാത്തതാണ്. കഴിക്കുകയാണെങ്കിൽ സങ്കടമില്ല, കുരങ്ങ് നശിപ്പിച്ചിടുകയാണ്. കേടാ. ഇതൊക്കെ കണ്ടാൽ ആ സ്പോട്ടിൽ തന്നെ പറിക്കണം, അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ അധികം ഒന്നും വിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെയൊക്കെ ഇത് ഇങ്ങനെയായിരുന്നു കണ്ടത്. ഇപ്പൊ ഞാൻ എന്തായാലും ഓടുന്ന ഓട്ടത്തിൽ കണ്ടതാട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഇന്നത്തേക്ക് വിരിഞ്ഞല്ലേ വരുള്ളൂ. പിന്നെ ഇതാണ് ഇതിലൊക്കെ പുല്ലിലൊക്കെ ഒരു നനവുണ്ട്. ഒരു മഴയല്ല, ഇന്നലെ മഞ്ഞുണ്ട് കേട്ടോ. രാത്രി മഴ ഇല്ലാതെ തന്നെ മഞ്ഞുണ്ട്. അപ്പം മഞ്ഞിന്റെ ഇതിലൊക്കെ വിരിയേണ്ട എന്താ സംഭവിച്ചെന്നറിയില്ല. ഇത്ര പെട്ടെന്ന് കേടുവരും. തീരെ മഴ ഇല്ലാഞ്ഞിട്ടാണ്. 2 ദിവസമായിട്ട് മഴ തീരെ കുറവല്ലേ. പക്ഷെ കണ്ടില്ലേ, അത് അവിടെ കുറച്ച് നല്ല കൂണ് കാണുന്നുണ്ട്. ഇത് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട്. അതിലൊക്കെ മൊട്ടാണല്ലോ, അധികം വിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇത് കേട് അല്ലേ. ഉൾഭാഗം നോക്കണം നമ്മള്. ഉൾഭാഗം നല്ല വൈറ്റ് വരേണ്ട സമയത്ത് കണ്ടില്ല, ഒരു ചെറുതായി ചുവന്ന് വരും. ഇത് ഉപയോഗിക്കാൻ പറ്റൂല. ഇത് കഴിച്ചിട്ട് വല്ല വയറുവേദന എടുത്തിട്ടുണ്ടെങ്കിൽ വയറിലൊക്കെ പിടിച്ച പണിയാവും. നല്ല കൂണുകൾ കേട്ടോ. അപ്പൊ മഴ കുറവന്നെയാണ് കാരണം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അരിക്കൂൺ ഉണ്ടാവുക ഇനി ഈ മാസം കേട്ടോ. നമുക്ക് ചിങ്ങത്തിലാണ് അരിക്കൂണൊക്കെ ഉണ്ടായി തുടങ്ങും. അതായത് മഴ ഒന്ന് മാറിയിട്ട് ഇതുപോലെ വെയിൽ വരും. മഴ മാറിയിട്ട് നമുക്കൊരു ഇടയ്ക്ക് മഴയും വേണം കേട്ടോ. ഇതിപ്പോൾ 2 ദിവസമായിട്ട് തീരെ മഴയില്ല. അപ്പോൾ മഴയും വെയിലും കൂടെ മാറി വരുന്ന സമയത്താണ് ഇതുപോലെ അരിക്കൂൺ ഉണ്ടാവുക. കർക്കിടത്തിലാണ് നമുക്ക് വെള്ളക്കൂണും മാങ്കൂണൊക്കെ ആണിക്കൂണൊക്കെ കൂടുതലുണ്ടാവും. അതൊക്കെ നമുക്ക് കുറച്ച് കിട്ടി. പക്ഷേ പൊതുവേ കൂണ് കുറവായിരുന്നു. എന്നാലും നമുക്ക് വെള്ളക്കൂണൊക്കെ കിട്ടിയതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് വെള്ളക്കൂണ് കിട്ടിയത് പറഞ്ഞു. പക്ഷേ ആർക്കും അങ്ങനെ വെള്ളക്കൂണ് കിട്ടിയില്ല ഞങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ എന്ന് പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് ഒരു 2 മാസം അരിക്കൂൺ ഉണ്ടാവും. ഇതല്ല, ഇതിൻ്റെ കറുപ്പും ഉണ്ടാവും. അപ്പൊ ഇത് ഇടയ്ക്ക് മഴ വേണം, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വെറും വെയിലായതുകൊണ്ടാണ്, ഒറ്റ വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലൊന്നും ഒരിക്കലും കൂണ് കേടുവരാറില്ല. കൂണൊക്കെ ചുവന്നു പോയി. അപ്പൊ ഭാഗ്യമില്ല. ഇന്നലെ പറിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഇന്നലെ കേടുവരില്ല, ഇന്നലെ ഉറപ്പ്. എന്താ വെച്ചാൽ ഇന്നലെ ഒക്കെ ഇങ്ങനെയായിരുന്നു കണ്ടത്. പിന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞില്ല. ഇപ്പൊ ഇങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും എന്തായാലും ഇത് ഇങ്ങനെ കേടുവരൽ കൂടും. ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധിക സമയത്ത് വിരിഞ്ഞാലും ഉണ്ടായി കഴിഞ്ഞാലൊന്നും കൂണൊന്നും അധിക സമയം പിന്നെ നിൽക്കൂല. പറിക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട്. അരിക്കൂണില് സുഖം എങ്ങനെ, കാല് ഹൈറ്റ് ഉള്ള നല്ല സുഖം പറിക്കാൻ. കണ്ടില്ല, ഇങ്ങനെ എടുത്തിട്ട് മണ്ണൊക്കെ കളയാൻ ഇതുപോലെ സിമ്പിളായിട്ട് കളയാം. ഉണ്ടോ, ഇങ്ങനെ കളയാം. മറ്റേ കാല് ഹൈറ്റ് ഇല്ലാത്തത് നമ്മൾ ഇതുപോലെ ഷോർട്ടായതുണ്ടാവും. ഇതിൽ ഷോർട്ട് ഇല്ല, ഇതൊക്കെ നല്ല ഹൈറ്റാണ്. അങ്ങനെ കാലൊക്കെ കിട്ടിയ നല്ല സുഖമാണ്. ക്ലീൻ ചെയ്ത് അങ്ങനെ ഉണ്ടോ.
അങ്ങനെ കിട്ടും. ചിലതുണ്ടാവും നമുക്ക് കാലകരയില്ല, അത് ഭയങ്കര പണിയാണ് പറിക്കാനൊക്കെ. പിന്നെ കുറച്ച് കൊതുവിൻ്റെ കടി ഇതൊക്കെ കൊണ്ട് പറിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും രാവിലെ ഇറങ്ങിയാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എല്ലാം പറിച്ച് തീർക്കായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇന്ന് കറിക്കൊക്കെ കൂണക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ കണ്ടില്ലേ ഇലേൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട്. അതിന്റെ അരിയൊക്കെ കാണു നോക്ക്. അതാണ് പറഞ്ഞത്, ഇത് മഴ ഇല്ലായിട്ട് തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കൂണ് കേട് വരില്ല. അധികം വിരിഞ്ഞങ്ങനെ കേടാവാൻ മാത്രമുള്ള വിരിച്ചിലൊന്നും വിരിഞ്ഞിട്ടില്ല. ഇന്നലെ ഉമ്മ പറഞ്ഞതാ ഇത് കണ്ടെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ് വൈകുന്നേരം രാത്രി ആണെങ്കിലും പോയിട്ട് പറിച്ചൂടെ വെച്ചിരുന്നു. രാത്രിയല്ല, ഇരുടായിരുന്നു. ആ സമയത്ത് തന്നെ വന്ന് പറിച്ചാൽ മതിയായിരുന്നു. ഇന്ന് വരൊക്കെ നല്ല പ്രതീക്ഷയില്ല. നല്ല ഇത് ഇത് കണ്ടില്ല, കുറച്ചൊരു ഫ്രഷാ. അധികം ഉണ്ടല്ലേ, അധികം ഉള്ളതായിട്ടില്ല. പക്ഷെ ഇതൊന്നും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഇതൊക്കെ കുറച്ച് കൂണല്ലേ ഉള്ളൂ. ചില കൂട്ടം നല്ലത് കിട്ടിയിട്ടും എന്നാലും ആവൂല. അതാ ഇത് കണ്ടോ, ഇത് ഇങ്ങനെങ്കിലും ആയാലും നമുക്ക് എടുക്കായിരുന്നു. ഇവിടെ നോക്ക്. കുരങ്ങും ഉഷാറായിട്ട് പറിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. പിന്നെ തലയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ കാല് മാത്രം അതാ കണ്ടില്ല. ഇതൊക്കെ ഒന്ന് ആയിട്ടുള്ള കഴിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടമില്ല. ഒരു അങ്ങനെ അവർക്കൊരു തീറ്റയിലും കിട്ടുന്നത്. ഇത് ഇങ്ങനത്തെ പണി ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കൂണിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ആയി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു കറിക്കുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്, എന്നാലും എടാ ഒരു പണി ചെയ്യാം. ഏതായാലും ഇപ്പൊ വന്നില്ലേ, ഇതൊക്കെ നമുക്ക് പറിച്ചിട്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കാം. എന്തായാലും കോഴികൾക്ക് ഒരു ബിരിയാണി ആയിക്കോട്ടെ. എന്ന് നമ്മൾ ഗോതമ്പും അസോളയും കാര്യങ്ങളൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ കിട്ടിയ കോഴികൾ നല്ല കഴിക്കും. അപ്പൊ നമുക്ക് ഇനി വൃത്തിയിൽ പറിക്കണമെന്നില്ല. അതുപോലെ ഇങ്ങനെ അടർത്തി എടുത്താല് അങ്ങനെ എടുത്തിട്ടുള്ള കോഴികൾ കഴിച്ചോളും. എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കൂല. കോഴിക്ക് തീറ്റയായിട്ടെങ്കിലും ഇത് പറിച്ചെടുക്കും. കൂണൊക്കെ കാണുമ്പോഴേ ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പണിയില്ല. കൂണ് എത്ര പോത്തുകളെ കൊണ്ടുവന്ന സമയത്ത്, ഇപ്രാവശ്യം പോത്തുകളെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കൂൺ കിട്ടിയതൊക്കെ പോത്തുകളെ മേയ്ക്കാൻ സമയത്ത് നമുക്ക് വെള്ളക്കൂൺ കിട്ടി. അല്ലാതെ നമ്മൾ ഇതിന് ഇടയ്ക്കൊന്ന് അരിക്കൂണ് കിട്ടി. ഇടയ്ക്ക് തന്നെ അരിക്കൂണ് കുറച്ച് മൊട്ടായത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അടർത്തി എടുത്ത് കൊണ്ടുപോകാ ചെയ്തത്. അവിടെ ചെന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പിന്നെ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു പറിക്കാൻ. ഇത് പിന്നെ വൈകുന്നേരമായി ഞാൻ കണ്ടത്, അതാ പറ്റിയത്. അപ്പം കൂണൊക്കെ കിട്ടുന്ന ഇങ്ങനെ കാണുന്നവരൊക്കെ സ്പോട്ട് പറിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ചു പോകും, അല്ലെങ്കിൽ ഇതുവരെ കുരങ്ങ് നശിപ്പിക്കും, അല്ലെങ്കിൽ കേടായിപ്പോവും. എന്തുവാണെങ്കിൽ സംഭവിക്കുക. അപ്പം സ്പോട്ട് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഒരു ചെറിയൊരു സമയം പോവുള്ളൂ. അതായത് നല്ല ഫ്രഷ് കൂണുകളൊക്കെ കിട്ടും. നമുക്ക് ഇതിന് ഒരു പോയത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാനി കോഴികൾക്ക് കൊടുക്കാം. എന്തായാലും ഒക്കെ പറിച്ചെടുക്കട്ടെ. കൂന് കിട്ടിയില്ലെങ്കിലേ നല്ല സ്മെല്ലാ. കൂവിന്റെ സ്മെല്ലുകൊണ്ട് വയറ് നിറഞ്ഞു. കൂണ്ട് നല്ലൊരു മണമാണ്. എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും നിങ്ങളിത് ഇളക്കി ഞാൻ പറിച്ചെടുത്ത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. പിന്നെ പറിക്കും കൂടെ ചെയ്ത ഭയങ്കര സ്മെല്ലാവും. അപ്പം പറഞ്ഞില്ലേ, നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും കിട്ടിയെന്നാല് നല്ല കൂനല്ല, കോഴികൾക്ക് കൊടുക്കാൻ. നമുക്കിനി ഫാമിലേക്ക് പോയിട്ട് ഇത് കോഴികൾക്ക് കൊടുക്കാം. പറിക്കുന്ന സമയം തന്നെ അത്രയും സമയം മെനക്കെട്ടിട്ട് ഈ കൂണിന് ഇതിനെ കണ്ടിട്ട് സങ്കടമല്ല. അപ്പോൾ ഓരോ കൂട്ടം ഇങ്ങനെ ചെന്ന് നോക്കും, വല്ലതും കിട്ടാൻ നല്ലത് ഉണ്ടോ നോക്കും. അങ്ങനെ ആയിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞതല്ല, സമയം ചിലവായിട്ടുണ്ട്. ആ ഒരു സമയം ഫ്രഷ് ആണെങ്കിൽ ഈ ഒരു മുറം നിറച്ച് കൂണും കിട്ടിയിരുന്നു. നമുക്ക് എന്തായാലും ഫാമിലിയായിട്ട് പോവാം. നമ്മൾ തിരിച്ചു പോവാണേ. നിങ്ങളാരും കളിയാക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതൊരു ചാക്ക് കൊടുത്തിട്ടാണ് വന്നിരുന്നത്. ചാക്ക് വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ വരുന്ന വഴിയിലൊക്കെ ആരെയും കാണുന്നതിന് മുറ ഒളിപ്പിക്കണമല്ലോ. അരിക്കൂണ് പറിക്കാൻ നമ്മൾ മുറ എടുത്തിട്ടാണ് വരിക. മുറ ഒളിപ്പിക്കാൻ വേണ്ടി ചാക്കൊക്കെ എടുത്താൽ വന്നത്. നല്ല പ്രതീക്ഷയിലാണ് വന്നത്, ചീറ്റിപ്പോയി. കണ്ടില്ല. എന്തായാലും നല്ല കാലാവസ്ഥ. മുളക് ഇത് കാണിച്ചു കൊടുത്തു, ആകാശമൊക്കെ ഒന്ന് കാണിക്കി. നല്ല തെളിച്ചുണ്ട് എന്തായാലും. അപ്പം ഇനി വേഗം ചെന്നിട്ടേ നമുക്ക് ഫാമിലെ പണികളൊക്കെ അവിടെ പെൻഡിങ് ആണ്, അത് തീർക്കും വേണം. ഇത് കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം മറ്റു പണികളൊക്കെ തീർക്കാൻ. പണി തീർക്കാതെ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടിയതാ. പണി എന്ന് പറഞ്ഞാൽ കറവ് മാത്രമേ തീർത്തിട്ടുള്ളൂ. ബാക്കി ആടുകൾക്ക് വെള്ളം കൊടുക്കാണ്ട്, തീറ്റ കൊടുക്കാണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെണ്ടുമല്ലിയിലും ഇതിലൊക്കെ ഒന്ന് ചെന്ന് നോക്കണം, എന്തൊക്കെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അങ്ങനെ കുറേ പണി എടുക്കാണ്ട്. റെസ്റ്റ് നമുക്കില്ല. പണി ഇങ്ങനെ വന്നുകൊണ്ട് ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി ഇങ്ങനെ വന്നുകൊണ്ടേക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഓരോ സാധനമൊക്കെ തെരഞ്ഞു പോലെ കിട്ടുക. അത് കിട്ടിയതിപ്പം ഇങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ ഫാമിലെത്തി. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ കോഴികൾക്ക് കൊടുക്കാം. കോഴികൾക്ക് തീറ്റയായി. ഇവര് കഴിക്കട്ടെ. സംഭവം എന്താന്ന് അറിയട്ടെ. കൂണ് അങ്ങനെ കഴിക്കലില്ലല്ലോ. കൂണ് നമ്മളല്ലേ കഴിക്കല്.
ഇത് വന്നു നോക്കുന്നുണ്ട്. എന്താ പറയാ, കൂണ് എന്താന്ന് അറിയിട്ടാണ് കുറച്ച് പേടിച്ചിട്ടാ വരുന്നത്. എന്തായാലും കഴിക്കും. വരുന്നുണ്ട്. സംഭവം കൂണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ തീറ്റയൊക്കെ കൊടുത്താല് പെട്ടെന്ന് വന്ന് കഴിക്കുന്നുണ്ട്. ഒന്ന് കൊത്തി നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കോഴികൾ ഇപ്പൊ നല്ല തീറ്റ കേട്ടോ. ആദ്യം കൊടുത്തപ്പോ ചെറിയൊരു പേടിയാണ്. ഇവർ നാടൻ കോഴികളായതുകൊണ്ട് ഇവർക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട്. ഒക്കെ തീറ്റ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുയൽകൂട്ടനും ഉണ്ട് കോഴി ഷെഡില്. ഇപ്പം കൂട്ടിലും നിൽക്കലില്ല. ഇതുപോലെ ഇവരിപ്പം കണ്ടോ മണ്ണിൽ ഇങ്ങനെ ഓടിക്കളിക്കല. അപ്പൊ നമുക്ക് കിട്ടിയ കൂണ് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കോഴികൾക്ക് തീറ്റയായി കൊടുത്തപ്പോ അതെന്താ പറയാ, നമുക്ക് കിട്ടാത്തതിനും അല്ല കഴിക്കാൻ പറ്റാത്തതിനൊക്കെ സങ്കടമല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടി.